ഒരുപാട് ചിരിച്ചിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള സുരാജ് റോൾസിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയൊരു ക്യാരക്ടറാണ് ഈ സിനിമയിലെ സുരാജിന്റെ കഥാപാത്രം. ഷറഫുദ്ദീന്റെ കഥാപാത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഒരു നെഗറ്റീവ് ഷെയ്ഡിലൊരു കഥാപാത്രമാണ്. എന്നാൽ ഇന്റർവെല്ലിന് ശേഷം ഇയാളൊരു പക്ക കോമഡി ആയിട്ട് മാറുന്നുണ്ട്. ഈ രണ്ട് വേർഷനും ഷറഫുദ്ദീൻ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഷറഫുദ്ദീനാണ് ഈ പടത്തിനെ മുന്നോട്ട് കൊണ്ടുവന്നത്. സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു ക്യാരക്ടർ. പിന്നീട് ഇയാൾ അതിൽ നിന്ന് നേരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു റോളിലേക്ക് വരുന്നുണ്ട്. ഈ രണ്ട് വേർഷനും നന്നായിട്ട് ചെയ്തു. മറ്റൊന്ന് സന്ദീപ് പ്രദീപിന്റെ പെർഫോമൻസ് ആയിരുന്നു. കയറി വരുന്ന ഒരു ആക്ടറാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ കോ ആർട്ടിസ്റ്റുകളായിട്ട് അഭിനയിച്ചിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തന്നെ നന്നായി ചെയ്തിട്ടുണ്ട്. ഇനി കോസ്റ്റ്യൂംസ്, സിനിമാറ്റോഗ്രഫി, എഡിറ്റിങ്, ഈ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നന്നായിരുന്നു. ഇതൊരു വലിയ പടമൊന്നുമല്ല, ഒരു കുഞ്ഞി പടമാണ്. പക്ഷെ വർത്ത് വാച്ചിങ് ആണ്. 2 മണിക്കൂർ നമുക്ക് ഇങ്ങനെ വേസ്റ്റ് ആവുമൊന്നുമില്ല. 2 മണിക്കൂറും ടൈമും കൊള്ളാം. കൊടുക്കുന്ന പൈസയൊക്കെ ഉള്ളതുണ്ട്. അത്യാവശ്യം ചിരിക്കാനുള്ളതൊക്കെ ഈ സിനിമയിലുണ്ട്. പിന്നെ കൂടുതൽ ലോജിക്കായിട്ട് ചിന്തിക്കാനോ അങ്ങനെ വലിയ കാട് കയറി ചിന്തിക്കാൻ, ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുക, ഇതൊന്നുമില്ല. കാണുന്നു, ചിരിക്കുന്നു, വിടുന്നു. നമ്മൾ ഈ 3 കിങ്സ് മൂവി എല്ലാം കണ്ടിട്ടില്ലേ, ആ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ്. പക്ഷെ അത്രയും ചളിവാരി എറിഞ്ഞിട്ടില്ല. ചളിക്കൊക്കെ ഒരു ആവറേജ് നിലവാരമുണ്ട്, വല്ലാണ്ട് ചളിപ്പിച്ചിട്ടില്ല. പക്ഷെ ഈ പടം എനിക്ക് തോന്നുന്നു ഒരു റിപ്പീറ്റ് വാച്ച് ക്വാളിറ്റി ഉള്ള, അതായത് നമുക്ക് വീട്ടിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കാണാനൊക്കെ പറ്റിയ ടൈപ്പ് മൂവി ആയിരിക്കും ഇത്. പിന്നെ കൂടുതലൊന്നും പറയാനില്ല, കാണുക, 2 മണിക്കൂർ ചിരിക്കുക, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല. ഇതാണ് മനുവിന്റെ പടക്കളം.